السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على محمد وآله وصحبه أجمعين. أما بعد. പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 74-ാം അധ്യായം സൂറത്തുൽ മുദ്ദസ്സിർ 56 വചനങ്ങളാണ് മക്കയിൽ അവതരിച്ച ഈ അധ്യായത്തിലുള്ളത്. സഹോദരങ്ങളെ, അവസാന വചനം പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച അതേ കാര്യം, ഇല്ലാ അൻ മദ് മുൻഫസിൽ ജായിസ്, 2, 4, 5 സമയം ദൈർഘ്യം കൊടുക്കുന്ന മുൻഫസിലായ മദ് ജായിസാണ്. സാധാരണ ദീർഘം കൊടുത്തോ അതല്ലെങ്കിൽ ഇതുപോലെ 5 വരെ നീട്ടിയോ ആവാം. ഏറ്റവും ഉചിതമാകുമെന്ന് തോന്നുന്നത് 5 വരെ നീട്ടുമ്പോഴാണ്. എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അവിടെ വാജിബായ ഒരു മദ്ദുണ്ട്, അത് നന്നായി ശ്രദ്ധിക്കണം. യശാ അല്ലാഹു എന്ന സ്ഥലത്ത് ഷീന് ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് 4 ഹർക്കത്ത്, 4 5 ടൈമിംഗ് സമയം ദൈർഘ്യം കൊടുത്തിട്ടാണ് മുത്തസിലായ വാജിബായ മദ് വായിക്കേണ്ടത്. യശാ അല്ലാഹു എന്ന സ്ഥലത്ത് നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോ യശാ അല്ലാഹ് എന്നാണ് വെക്കുക. അല്ലാഹു എന്നത് അല്ലാഹ് എന്ന് വെക്കുക. അപ്പൊ അങ്ങനെ നിർത്തുകയായതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹ് എന്ന് അധികമായി 6 വരെ ദൈർഘ്യം കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഹുവ അഹ്ലുത് തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ. ശരി, വായിച്ചരാം. വമാ യദ്കുറൂന ഇല്ലാ وما يذكرون إلا أن يشاء الله. هو أهل التقوى وأهل المغفرة. ശരി, എൻ്റെ കൂടെ 2 ഭാഗമായിട്ട് ആയതിനെ പാരായണം ചെയ്യാം. ശ്വാസം നിയന്ത്രിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ശരി, ഒതുക്കോളൂ. വമാ യദ്കുറൂന ഇല്ലാ അൻ യശാ അല്ലാഹ് ഹുവ അഹ്ലുത് തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുദ്ദസ്സിറും കൃത്യമായി വായിക്കാനും മനസ്സിലാക്കാനും, ഇനി അത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടെ തെറ്റുകൂടാതെ മറ്റെല്ലാ അധ്യായങ്ങളും പാരായണം ചെയ്യാനും, ഖുർആനിന്റെ ആശയങ്ങൾക്ക് എതിരാകാതെ, തിരുസുന്നത്തിന് എതിരാകാതെ ജീവിച്ച് സ്വർഗം നേടുന്നവരിൽ ഉൾപ്പെടാനും നമ്മെ എല്ലാവരെയും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത അധ്യായം സൂറത്തുൽ ഖിയാമയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.